നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. ഡൽഹി വേഴ്സസ് RCB. ബ്രോ, RCB തകർത്ത് വാരിയിട്ടുണ്ടല്ലോ. ഡൽഹിയെ നല്ല രീതിയിൽ മടക്കി ചുരുട്ടി വിട്ടിട്ടുണ്ട്. ഡൽഹി ജയിക്കുമെന്ന് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അരുൺ ബ്രോ, വെൽക്കം ടു ഷോ. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ റിവ്യൂവിലിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒരു ഫൈറ്റ് കണ്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഡൽഹിയുടെ ടീം സെലക്ഷൻ എന്നെ വല്ലാത്ത രീതിയിൽ ഡിസപ്പോയിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജിലുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ. നമ്മൾ കളി ജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല, അതിനപ്പുറം അവർ ഫീൽഡിൽ കാണിക്കും. ഇപ്പോൾ RCB അക്കാര്യത്തിലൊക്കെ വളരെ ഇതായിരുന്നു. നമ്മൾ പണ്ട് തോറ്റ് കടന്നപ്പോഴും ഫൈറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലൊരു ഇത് നേരിട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഡൽഹിയുടെ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ എനിക്ക് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം എന്നുള്ള രീതിയിൽ. എന്തായാലും ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു, ബോളിംഗ് മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു ഭുവിയുടെയും ഹേസൽവുഡിൻ്റെയും ഭാഗത്തുനിന്ന്. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഡൽഹിയുടെ അതിൽ ഉത്തരങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ആർക്കും. അതിനുശേഷം പിന്നീട് ഒന്നുമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു റിവ്യൂ ചെയ്യുമ്പോൾ ആ പവർ പ്ലേയുടെ കഥ പറഞ്ഞാൽ മതി, ബാക്കി കഥകൾ പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അത് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. ബാക്കിയെല്ലാം യാന്ത്രികമായിരുന്നു എന്ന് പറഞ്ഞ പോലെ. എനിക്ക് ഇതിൻ്റെ ബാറ്റിംഗ് തകർന്നതിലല്ല, എനിക്ക് ആ ഒരു ഫസ്റ്റ് വിക്കറ്റ് അവർ ആ പ്ലെയറിനെ കളിപ്പിക്കാൻ പാടില്ലായിരുന്നു. പൃഥ്വി ഷാ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അഭിഷേക് പോറൽ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇരിക്കുമ്പോൾ, ഓപ്പണിങ്ങിൽ പുതിയൊരു പ്ലെയറിനെ, അതും വെറും 18-19 വയസ്സുള്ള ഒരു പ്ലെയറിനെ ഭുവനേശ്വർ കുമാറിൻ്റെ മുമ്പിലേക്ക്, അതും സ്ട്രൈക്കും കൊണ്ട് ആ പയ്യന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സൂയിസൈഡലായിപ്പോയി. അതൊന്നാമത് കാര്യം. അതുകൊണ്ട് തന്നെ ആ വിക്കറ്റ് ഞാൻ കൂട്ടുന്നില്ല, അതൊരു പരാജയമായിട്ട് കൂട്ടുന്നില്ല. അതിനുശേഷം രണ്ടാമത്തെ ഓവറിൽ വന്നിട്ട് രാഹുലിൻ്റെ വിക്കറ്റും ഓക്കെ, അതായിക്കോട്ടെ, ഒരു ഓഡ് ഡേ രാഹുൽ കഴിഞ്ഞ മാച്ചിൽ പെർഫോം ചെയ്താണ്. അത് കഴിഞ്ഞിട്ടുള്ള വിക്കറ്റുകളൊക്കെ എനിക്ക് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ചും സമീർ റുസി ആ എത്തിക്കൊത്തിയ ആ വിക്കറ്റ് ഒരു കാര്യമില്ലാത്ത, ഒരു ഹാംലെസ് ആയിട്ടുള്ള ഒരു ബോള്, പുറത്തൂടെ പോയൊരു ബോൾ. അതിനകത്ത് ഡ്രൈവ് അടിക്കുവാണെങ്കിൽ ഒന്ന് ഈ ബോളിലേക്ക് റീച്ച് ചെയ്തിട്ട് അടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് അടിക്കാൻ പോകരുത്. അപ്പോൾ ആ ഒരു ബാറ്റ്സ്മാൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണത്. അതങ്ങനെ ആ വിക്കറ്റ് കൊടുത്തു. അതിനുശേഷം സ്റ്റബ്സ് വന്നിട്ട് കൊടുത്തപ്പോഴാണ് എൻ്റെ ശരിക്കും തകർന്നു പോയത്. സ്റ്റബ്സ് ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു സ്റ്റബ്സ് ആ ഒരു ബോളിൽ എത്തിക്കൊത്താൻ പാടില്ലായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് വന്നത്. അതും ഇതുപോലെ തന്നെ എത്തിക്കൊത്തി തന്നെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ പോയൊരു ബോളിൽ ബാറ്റ് വെച്ച് ഔട്ടായി. അതൊക്കെ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. സോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാസ്റ്റർ ക്ലാസ് തന്നെ. അവരുടെ ആ ബോളിൻ്റെ സ്വിങ്, ഭുവിയുടെ ബോളിൻ്റെ സ്വിങ്, അതുപോലെ തന്നെ ഹേസൽവുഡിൻ്റെ പ്രത്യേകിച്ച് റാണയുടെ വിക്കറ്റൊക്കെ എക്സെപ്ഷണൽ വിക്കറ്റ് തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റാണയുടെ വിക്കറ്റാണ്. ഇതിനകത്തിൽ എനിക്ക് 2 കറക്ഷൻസ് വരുത്താനുണ്ട്. ഒന്ന്, ആദ്യത്തെ വിക്കറ്റ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് എന്താണ് എക്സ്പീരിയൻസ് എന്ന് വിളിച്ചു പറയുന്ന ഒരു വിക്കറ്റായിരുന്നു ഫസ്റ്റ് വിക്കറ്റ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ബോൾ പുള്ളി എറിഞ്ഞു ഭുവനേശ്വർ കുമാർ. ആ ബാറ്റ്സ്മാൻ ഡിഫെൻഡ് ചെയ്തു, പോയിന്റിലേക്ക് പിടിച്ചു. അപ്പോൾ തന്നെ ഭുവനേശ്വർ കുമാർ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തു. അതായത് ബോൾ പിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ ബാറ്റ്സ്മാൻ്റെ റൈറ്റ് ലെഗ് ഓഫ് സ്റ്റമ്പിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മതി, ആ റിവ്യൂ റീപ്ലേ ഒന്നുകൂടെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ബോൾ പിച്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ബാറ്റ്സ്മാൻ്റെ റൈറ്റ് ഫുട്ട് എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് റൈറ്റ് ഫുട്ട് ഓഫ് സ്റ്റമ്പിനെ കവർ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ബോൾ എറിഞ്ഞത് കണ്ടോ? തൊട്ടടുത്ത ബോളും ഔട്ട് ഓഫ് ഷേപ്പ് ആയി പോയി പുള്ളി. അതായത് പുള്ളി സ്ഥിരം വെക്കുന്നോട്ട് ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പ് കാലെടുത്ത് വെച്ചു. അപ്പോഴാണ് ഇൻസ്വിങ് യോർക്കർ വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയും കാലെടുത്തൊക്കെ ഫ്രണ്ടിലോട്ട് ഒരു ബോൾ എറിയുന്നതിന് മുമ്പേ ഒക്കെ ഭുവനേശ്വർ കുമാറിൻ്റെ കയ്യിലോട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭുവനേശ്വർ കുമാറിനൊക്കെ ഇതൊക്കെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ ആ വിക്കറ്റൊക്കെ ഇങ്ങ് എടുക്കും. അതാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തേത്, ഇതിനകത്തിൽ KL രാഹുലിൻ്റെയും നിതീഷ് റാണയുടെയും വിക്കറ്റ്, അത് കറക്റ്റ് എന്താണ് ഹേസൽവുഡ് എന്ന് വിളിച്ചു പറയുന്ന ലെങ്തിൽ എറിഞ്ഞത്. KL രാഹുൽ എറിഞ്ഞ് വിക്കറ്റ് എടുത്തു. എത്രല്ല, 10.8 മീറ്ററിലാണ് പുള്ളി ബോൾ പിച്ച് ചെയ്തത്, അത് 144. ഞാനീ പറഞ്ഞിട്ടില്ല, അടിച്ച് തൊണ്ടയ്ക്ക് കയറുക എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലും ഒന്ന് കിട്ടുന്ന ഒരു സമയം അവർക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. അത് ഇപ്പം പ്രോ പറഞ്ഞുകൊണ്ട് സംഭവിക്കാം. പക്ഷെ ഇതിനകത്തുള്ളൊരു കാര്യമുണ്ട്. അവിടാണ് ഈ ഒബ്സർവേഷൻ അല്ലെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. അവർക്ക് നന്നായിട്ട് അറിയാം KL രാഹുൽ എന്ന് പറയുന്ന പ്ലെയർ സ്വിംഗ് ബോളിങ്ങിൽ നന്നായിട്ട് കളിക്കുന്ന ആളാണ്. അതുകൊണ്ട് പുള്ളിക്ക് വലിയ ഈ പറയുന്നോട്ടൊരു ഗുഡ് ലെങ്ത് ബോൾ എറിയാനോ ഔട്ട് വേർഡ് സ്വിങ് എടുക്കാനോ ഇൻവേർഡ് സ്വിങ് ചെയ്യാനോ വലിയ രീതിയിലൊന്നും ശ്രമിച്ചില്ല. വന്നു, നേരെ എറിഞ്ഞു, തൊണ്ടയ്ക്ക് അടിച്ച് എറി വിക്കറ്റ് എടുത്തു പോയി. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ സമീർ റുസ്വിക്കാണെങ്കിലും സ്ട്രബ്സിനാണെന്നുണ്ടെങ്കിലും അക്സർ പട്ടേലിനൊക്കെ ആണെങ്കിലും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈഡ് ലെങ്തേ പോയി അള്ളിയതല്ലത്.
ബോളിൻ്റെ സ്വിങ്ങിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് 2.7 to 3 ഡിഗ്രിയാണ്. അതായത് ബോൾ പിച്ച് ചെയ്യുന്നത് ഫോർത്ത് സ്റ്റമ്പിലാണ്. ഇവരെല്ലാവരും അതായത് വൈഡ് ലൈനിൽ ചുമ്മാ, അതായത് കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ ഔട്ടായത് കൊണ്ട് വൈഡ് ലൈനിൽ ചെന്ന് സ്ലാപ്പ് ചെയ്ത് ഔട്ടായതല്ല. ഇവരെല്ലാവരെയും ഫ്രണ്ട് ഫുട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് ഒരു ഫോർത്ത് ലൈനിലോട്ട് എറിഞ്ഞ്. അപ്പോൾ എന്താണ്, ഫോർ സ്റ്റമ്പിൽ പിച്ച് ചെയ്യുന്നു, ആ 3 ഡിഗ്രിയിൽ ആംഗിൾ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ബോഡി അല്ലെങ്കിൽ ബാറ്റും അങ്ങ് പോകും. നമ്മുടെ ഓൾറെഡി നമ്മൾ ആ ഷോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് ഈ നിക്കെടുത്ത് പുറകിലോട്ട് വന്നത്. അത് ഒരു 4 സ്റ്റമ്പിൽ ബോൾ പിച്ച് ചെയ്തിട്ട് 3 ഡിഗ്രി അല്ലെ 2.7 ഡിഗ്രി തിരിഞ്ഞ് ഒരു 5-6 പോയി അവരെ പെട്ടുപോയതാണ് അതിനകത്തിൽ. പക്ഷെ ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാറ്റ്സ്മാൻ പോലും ഈ സ്വിങ്ങിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു രീതിയിൽ അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. പൊതുവെ എന്താണ് സ്വിങ്ങിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഒന്നെങ്കിൽ നോർമലുള്ള സ്റ്റാൻസ് മാറ്റി സ്റ്റംസ് കവർ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫുട്ടോ അല്ല 1.5 ഫുട്ടോ മുന്നോട്ട് കയറി നിൽക്കും. അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. ഫുഡ് വർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ബേസിക്കലി. ഫുഡ് വർക്ക് ഇല്ലാത്തതുകൊണ്ട് ബ്രോ പറഞ്ഞത് കറക്റ്റാണ്. ഒരു 4 സ്റ്റമ്പിൽ നിന്ന് സ്വിങ് ചെയ്ത ബോളിന്റെ കൂടെ ബാറ്റ് പോകുന്നത് അതിന്റെ ബേസിക് റീസൺ ഫുഡ് വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ സമീർ ഉസ്രി ഒരു ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ലാത്തതുകൊണ്ട് സമീർ ഉസ്രിയുടെ കാര്യം നമുക്ക് വിടാം. പക്ഷെ സബ്സിന്റെ നിന്ന് അങ്ങനെ ഒരു ഫുഡ് വർക്ക് ഇല്ലാത്തൊരു ഷോട്ട്, അതായത് ഒരു നത്തിങ് ഷോട്ട്, അതൊരു ഡിഫൻസോ അല്ല ഒരു ഡ്രൈവോ അല്ലാത്തൊരു ഷോട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഫുഡ് വർക്കിന്റെ ഈ 2 വിക്കറ്റിൽ നമുക്ക് ഫുഡ് വർക്കിന്റെ അഭാവം, സ്വിങ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പിന്നെ ഭുവനേശ്വർ കുമാറിനും ഹേസൽവുഡിന്ന് എന്താണ് ഒരു ബാറ്റ്സ്മാൻ എക്സ്പെക്ട് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവില്ല. സോ അവിടെ ശരിക്കും അവർ ഒരു മൈൻഡ് സെറ്റാണ്, ഒരു ബാറ്റ്സ്മാന്റെ മൈൻഡ് സെറ്റാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ മാച്ചിൽ നിന്ന് വരുന്നപ്പോഴത്തെ ഡൽഹിയുടെ ബാറ്റ്സ്മാൻമാർ തീരെ അവരുടെ ഒരു മൈൻഡ് സെറ്റ് പോസിറ്റീവ് അല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. അത് കാരണം അവർക്കൊരു ഡിഫൈൻ ചെയ്യാം, അവർക്ക് എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവരുടെ ഷോട്ടിൽ അത് ഡിഫൈൻ. അക്സർ പട്ടേൽ ആയാലും ശരി, സ്റ്റബ്സ് ആയാലും ശരി, സമീർ ഹുസൈൻ ആയാലും ശരി, ഈവൻ മില്ലറിന്റെ വിക്കറ്റിൽ പോലും അവർക്ക് അവർ പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ പോസിറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കില്ല. അവർ മെന്റലി ഡൗൺ ആണ് അവർ മൊത്തത്തിൽ എന്നുള്ളതാണ് നമുക്ക് ആ ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത്. ഇതിനകത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിക്ക് അങ്ങേയറ്റം സമയദോഷമാണ്. അതായത് ഈ 3 ഡിഗ്രി ടേൺ എന്നൊക്കെ അല്ലെ ബോളിന്റെ സ്വിങ് എന്ന് പറയുന്നതൊന്നും അങ്ങനെ എല്ലാ ദിവസവും ഒന്നും കാണുന്നില്ല. വൺസ് ഇൻ എ ഇയർ കാണാനുണ്ടായ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. RCB ബോളിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അപ്പോഴെന്താ കാറും വേഗം കൂടി, ഒരു കോൾഡ് ഇതായി, ഒരു മഞ്ഞ് ഇറങ്ങി, അതേകൂട്ട് തന്നെ ഹെവി ബ്രീസുമായി. ആ ഒരു 3 ഫാക്ടേഴ്സ് കൊണ്ടാണ് ഭുവനേശ്വർ കുമാറിന് ഇത്ര സ്വിങ് കിട്ടിയത്. അതായത് കളിയിടയ്ക്ക് കാറ്റ് കാരണം അല്ലെങ്കിൽ ഈ ഒരു കാറ്റ് കാരണം ഡസ്റ്റ് കയറിയിട്ട് കളി നിർത്തി വെക്കേണ്ടി വന്നു കുറച്ച് സമയം, സുയാശി ശർമ്മ ഇറങ്ങുന്നതിന് മുമ്പ്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു ഭുവനേശ്വർ കുമാർ. അങ്ങേയറ്റം സമയദോഷം എന്ന് പറയുന്നത് വളരെ ശരിയായിരിക്കും. കറക്റ്റ് എല്ലാം നിപ്പ് ചെയ്യാനും അതെല്ലാം കറക്റ്റ് കയ്യിലോട്ട് തന്നെ ചെന്ന് കയറി കൊടുക്കാനും. അത് കഴിഞ്ഞു ബാംഗ്ലൂർ ബാറ്റിംഗ് ഇറങ്ങിയപ്പോഴത്തേക്കിന് വേറൊരു പിച്ചയായി മാറി. അതായത് തുടക്കത്തിലെ ആ സുയാശി ശർമ്മ എറിയുന്നതിൻ്റെ മുമ്പ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാറ്റിൻ്റെയും ആ മഴക്കോളിൻ്റെയും ആ ഒരു മഞ്ഞിൻ്റെയും സപ്പോർട്ട് അപ്പോൾ വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഈവൻ ക്യാമറ ആംഗിളിൽ തന്നെ ഇച്ചിരി പിച്ചെല്ലാം ക്ലിയർ ആയി. അപ്പോഴത്തേക്കിനും എന്താ പുറകെ എറിയാൻ വന്ന ബാംഗ്ലൂരിൻ്റെ ബോളേഴ്സ് ആയിട്ടുള്ള റസിക് ദാർ സലാമിനും റൊമാരിയോ ഷെപ്പേർഡിനും നോർമലിയുടെ അടിയിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടിത്തുടങ്ങി. അവർ രണ്ടുപേരുടെയും എക്കോണമി എന്ന് പറഞ്ഞാൽ 10.5, 2 അവർ 21 അടിച്ചിട്ടുണ്ട് രണ്ടുപേരും. അതിൽ എക്സെപ്ഷണലായിട്ട് പറയേണ്ടത് സുയാശി ശർമ്മ എന്ന് പറഞ്ഞൊരു ബോളറാണ്. ആരെറിയും ഈ 24 പന്തിൽ 20 ഡോട്ട് ബോൾ, അതും IPL? സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റൂ 24 ബോളിൽ 20 ഡോട്ട് ബോൾ, അതും IPL ബോൾ സ്റ്റേജിൽ വന്ന് എറിയുക എന്ന് പറയുന്നത് ഒക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയി പോയി. അല്ലെങ്കിൽ ആൾക്കാർ നോട്ടീസ് ചെയ്യാതെ പോകുന്ന ഒരുപാട് ഫിഗേഴ്സാണിത്. ബാംഗ്ലൂർ ബാറ്റ് ചെയ്തപ്പോൾ ഉള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിന്റെ 2 ബോളേഴ്സ് വന്നെറിയുന്നത് അവർ ഇത്രയും മാച്ചസ് കളിച്ചിട്ട് വരുന്ന ആ ഒരു ഋതത്തിൽ വരുന്ന 2 ബോളേഴ്സാണ്. അതുകൊണ്ട് ഡൽഹിക്ക് വന്ന 2 ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും മാച്ച്, ഇവർ രണ്ടുപേരും ഇത്രയും മാച്ച് കളിച്ചിട്ടില്ല. ഈ ഒരു IPL ആദ്യമായിട്ട് അറൈവ് ചെയ്യുന്ന 2 ബോളേഴ്സ്. സോ അവർക്ക് എന്തൊക്കെ പ്ലാൻസ് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരു ടീമിന് എത്രത്തോളം ഇവരുടെ RCBയുടെ ബാറ്റ്സ്മാൻക്കെതിരെ എത്രത്തോളം പ്ലാൻസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്ലാൻ പോലും ഉണ്ടായിരുന്നു തോന്നുന്നില്ല. കാരണം ആ ഒരു മൈൻഡ് സെറ്റിലാണ് കഴിഞ്ഞ മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരുള്ളത്. അവർക്ക് അതിൽ നിന്ന് ഒരു പുതിയ ഫസ്റ്റ് മാച്ച് കളിക്കുന്ന 2 ഫാസ്റ്റ് ബോളേഴ്സ് എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാമല്ലോ. അപ്പോൾ അതും RCBയുടെ ബോളേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. രണ്ടും തമ്മിൽ ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതിനകത്തിൽ എനിക്ക് കമ്പയർ ചെയ്യാനുള്ളത് ബോളേഴ്സിനെ അല്ല, ബോളേഴ്സ് ഓപ്പറേറ്റ് ചെയ്ത ലൈൻ ആൻഡ് ലെങ്ത്. ഇപ്പം ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ടീം GTക്കെതിരെ ഇവിടെ എന്താണ് അവർ ട്രൈ ചെയ്തത്, ഒരു ഷോർട്ട് ബോൾ അല്ലെ 8 മീറ്റർ ലെങ്ത് നിന്ന് എറിഞ്ഞിട്ട് നേരെ വന്ന്
ഡൽഹിയിലോട്ട് എത്തിയപ്പോഴത്തേന് കറക്റ്റ് ചേഞ്ച് അവർ സഡൻലി മാറ്റിക്കഴിഞ്ഞു. അവിടെ എന്താ എറിയുന്നത്? ഡൽഹിയിലോട്ട് വന്നിട്ട് 4-6 ഗുഡ് ലെങ്തിലാണ് എറിയുന്നത്, അത് മൂവിങ് ഔട്ട് അല്ലെങ്കിൽ മൂവിങ് ഇന്ന്. അത് പെട്ടെന്ന് അവർ അഡാപ്റ്റ് ആയി എന്നുള്ളതാണ്. ഇത് ആരുടെ ഹോം കണ്ടീഷൻ? അത് നിശി നമ്മൾ ഇന്റർനാഷണൽ ബോളേഴ്സ് പുതിയതായിട്ട് കളിക്കുന്നതാണ് കാണുന്നത്. ഇത് അവരുടെ ഹോം ഗ്രൗണ്ടാണ്. അവർ എത്ര കളി അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടെ എത്ര കളി അവിടെ കളിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ കണ്ടീഷൻസ് അവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ലേ? രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഇത് ചെന്നൈയുടെ കളിയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെന്നൈയുടെ കളി, ചെന്നൈ തോറ്റുപോയത് അവരുടെ ലെങ്തിൻ്റെ മുന്നിലാണ്. മനസ്സിലായി? ഇവിടെ ഡൽഹി വീണ് പോയത് സ്വിങ്ങിലാണ്. ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ, നമുക്കറിയാം ഒരു 8 മീറ്റർ ടു ഇന്ന മീറ്റർ എറിയത്തുള്ളൂ, ദാറ്റ് ക്യാൻ ബി ഡിഫെൻഡഡ്. പക്ഷേ സ്വിങ് അങ്ങനെ നമുക്ക് എളുപ്പം ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഈസിലി ഡിഫീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വിങ് എന്ന് പറയുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവിടെ പറഞ്ഞതിൽ ഒരു ഇതുള്ളത്, ഡൽഹിയുടെ ബോളേഴ്സ് ഞാൻ പറഞ്ഞത് അവർ അവിടെ കളിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു മാച്ചിൽ വന്ന് കളിക്കുന്നതും ആ ഗ്രൗണ്ടിൽ എത്ര പ്രാക്ടീസ് ചെയ്യുന്നതും തമ്മിൽ, അല്ലെങ്കിൽ പ്രാക്ടീസ് മാച്ച് കളിക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ബേസിക്കലി പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്, ഭുവനേശ്വർ കുമാർ അവരുടെ പ്ലാൻ, ബ്രോ പറഞ്ഞത് തന്നെ, അവരുടെ പ്ലാൻസ് അവർ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൻ്റെ ബോളേഴ്സിന് അതിന് തക്കതായിട്ട് പ്ലാൻസും ഉണ്ടായിരുന്നു, എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള സ്കില്ലും ഉണ്ട്. അതുമായിട്ട് നമ്മൾ ഞാൻ ഡൽഹിയെ സത്യം പറഞ്ഞ ബോളിങ്ങിൽ അധികം ശ്രദ്ധിച്ചതേ ഇല്ല, കാരണം അത് കമ്പയർ ചെയ്യേണ്ടതേ ആവശ്യമില്ല, അതിന് ഒരു സ്കോപ്പേ ഇല്ല. അവരുടെ പ്ലാൻസ് ഉണ്ടാവുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇത്രയും ഒരു സ്കോറിൽ ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പ്ലാൻസിലാണ് വരുന്നതെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നെങ്കിൽ പോലും, ഇപ്പോൾ ആ സമയത്ത് ക്ലൗഡി ആയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഡൽഹിയുടെ ബോളേഴ്സ് പ്രത്യേകിച്ച് അധികം ഒന്നും ഡിറൈവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ്. ഇതിനകത്തിൽ രണ്ടാമത്തെ കാര്യം, ഓൾ ഓഫ് എ സഡൻ കണ്ടീഷൻസ് മാറി. കണ്ടീഷൻസ് എന്ന് പറയുന്നത് T20 കണ്ടീഷൻ ഈസ് എ കിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷനാണ് ഒരു ടീമിനെ ജയിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മളുടെ ഇവിടെ വന്നിരുന്ന രണ്ട് ബോളേഴ്സ് ഓപ്പറേറ്റ് ചെയ്ത ലൈനും ലെങ്തും കണ്ടുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആയത്. ബാംഗ്ലൂർ എറിഞ്ഞത് ഞാൻ ഈ പറഞ്ഞിട്ട് ഒരു 4-6 ഗുഡ് ലെങ്ത് മൂവിങ് എവേ ഓർ either കമ്മിങ് ഇൻ. ഇവിടെ നേരെ മറിച്ച് കയൽ ജേമേസണും ചമീരയും വന്ന് എറിയുന്നത് ഓൺ ടു ദ ബോഡി ലൈനാണ് അവർ എറിയുന്നത്. ഫസ്റ്റ് 4 പോയി, കണ്ടിരുന്നോ? അതായത് പാഡിൽ നിന്ന് ഔട്ട്സൈഡ് എഡ്ജ് ചെയ്താണ് ഫസ്റ്റ് 4 പോകുന്നത്. ബെത്തൽ 2 6 അടിച്ചു. എവിടെ? മിഡിൽ സ്റ്റമ്പിലാണ് ലൈന്. മിഡിൽ സ്റ്റമ്പിൽ നിന്നാണ് 2 6 അടിച്ചത്, അത് ഒരേ ഡയറക്ഷനിൽ. അപ്പം എന്ത് പ്ലാനിങ് ആണ് അത്? പ്ലാനിങ്ങിലുപരി ബൈറ്റ് ഹാവ് ദെയർ ഓൺ പ്ലാനിങ്സ്, പക്ഷെ വെറും പൂർ എക്സിക്യൂഷൻ. ഈ കളി ജയിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് അവർ ഒരു ഇങ്ങനത്തെ ഒരു ഹാമറിങ് അവർക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. ഒരു 8 ഓവർ 9 ഓവർ ഒരു 10 ഓവർ വരെ കൊണ്ട് എത്തിക്കാൻ കഴിയുമായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ടി നടരാജൻ എന്ന് പറയുന്ന ഒരു ബോളറിൻ്റെ ഒരു ക്യാച്ചാണ് ഈ ടൂർണമെൻറ്റിന് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാച്ച് ആകാൻ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാച്ച്. റണ്ണിങ് ബിഹൈൻഡ് ഇത്രയും സ്പീഡിൽ പോകുന്നു, ആ ബോൾ എടുക്കുന്നു, ടോട്ടൽ മൊമെൻറ്റം കൺട്രോൾ ചെയ്ത് അതിൻ്റെ അകത്തൂടെ തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളത് എക്സെപ്ഷണൽ ക്യാച്ചാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ദേവദത്ത് പടിക്കൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഇന്നിങ്സും. എന്നാ ഫ്ലുവൻസിയിലാണ് പുള്ളി കളിക്കുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പം ഈ പറയുന്നു രുദ്രാജൊക്കെ ടച്ച് പ്ലേയേഴ്സ് അല്ലേ, അവർക്ക് ഇങ്ങനെ മാറാൻ പറ്റും. ഏറ്റവും നല്ല സൗത്ത് ഇന്ത്യയിലെ സൗത്ത് സോൺ കളിക്കുന്ന ഏറ്റവും നല്ല ടച്ച് പ്ലെയറാണ് ദേവദത്ത് പടിക്കൽ. പുള്ളിയുടെ ഈ കഴിഞ്ഞ ഡൊമസ്റ്റിക് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മാറി നിൽക്കും. 9 കളിയിൽ നിന്ന് 7 സെഞ്ചുറിയും ഒരു ഹാഫ് സെഞ്ചുറി ആയിട്ടാണ് പുള്ളി ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ നിന്ന ഒരു പ്ലെയർ ഇവിടെ വന്ന് ആ ലോഫ്റ്റഡ് കവർ ഡ്രൈവ് 6 അതൊക്കെ എന്നെ അതായത് ഒരു കാവ്യം എഴുതി വെക്കുന്നോട്ടാണ് ആ ഒരു ഷോട്ട് കളിച്ചൊക്കെ കളയുന്നത്. എക്സെപ്ഷണലാണ്. പിന്നെ കോഹ്ലിയുടെ അവസാനത്തെ 2 6 ഓക്കെ, അത് അവസാനത്തെ ഒരു ആണിയടി, ആർക്കും വലിയ പരിപാടി കഴിഞ്ഞ് അങ്ങ് പോവാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ആ ദേവദത്ത് പടിക്കൽ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ RCBക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചില്ലറയും ചില്ലുവാനുമല്ല. ഇതേ സെയിം കാര്യം തന്നെയാണ് കഴിഞ്ഞ വർഷവും ഉണ്ടായത്. അതായത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് RCBക്ക് ആ ഒരു വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നത് രജത് പട്ടീദറാണ്. അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ദേവദത്ത് പടിക്കറാണ്. അതുകൊണ്ട് തന്നെ ഈ എതിർ ടീമുകൾക്ക് RCBക്കെതിരെ കളിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ പ്രാവശ്യം ഓരോ ആളാണ് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2-3 മാച്ചായിട്ട് പടിക്കലാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത മാച്ചിൽ അടിക്കാൻ പോകുന്ന ഇതൊന്നും അല്ലാത്ത ജിതേഷ് ശർമ്മ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ടിം ഡേവിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഷെപ്പേർഡ് ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഇത് തന്നെയാണ് ഈ ടീമിന്റെ ഒരു വിന്നിങ് മന്ത്രം തന്നെ ഇതാണ്, ചെറിയ ചെറിയ ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ഓരോ പ്ലേയേഴ്സ് കളിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവരെ എങ്ങനെ ആര് പിടിച്ചു കെട്ടും? പഞ്ചാബ് ഇവരോടുള്ള മത്സരം എന്തായാലും വേറെ ലെവലായിരിക്കും May 17. എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്ന ആ ഒരു കാര്യമാണ്, ഇവർ തമ്മിലടിക്കുമ്പോൾ ആര് ജയിക്കുമോ എന്നുള്ളത്. അതെ, അതുപോലെ തന്നെ ആ ക്യാച്ച് അടിപൊളിയായിരുന്നു കേട്ടോ, അത് ഒരു രക്ഷയില്ലാത്ത ക്യാച്ചായിരുന്നു നടരാജന്റെ ക്യാച്ച്. അത് മാത്രമേ ഉള്ളൂ ഡൽഹിക്ക് ഒരു പോസിറ്റീവ് ഈ ഒരു മാച്ചിൽ നിന്ന് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, ആ ഒരു ക്യാച്ച് മാത്രമേ ഉള്ളൂ. അത് ഈ പറയുന്ന തൊട്ട് മെന്റലി ഇതിൽ നിന്നെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏത് ദിവസം അവരുടെ അടുത്ത് മറക്കണം
എന്ന് പറയണം എന്നാണ് എനിക്കറിയാത്തത്. ആദ്യത്തെ ദിവസം മറക്കണമോ, ഈ ദിവസം മറക്കണോ, അതോ ഈ 2 ദിവസം മറക്കണോ? ടേക്ക് എ ബ്രേക്ക്, കം ബാക്ക്. ഇതിൽ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ അടുത്ത കളി അവർക്ക് ഇനി മെയ് 1-ാം തീയതിയേ ഉള്ളൂ. അത് ആറാറുമായിട്ടാണ്. അത് കഴിഞ്ഞാൽ നേരെ CSK ആയിട്ടും. ആ 2 കളി ടഫ് ഗെയിംസ് ആണ് ഇനി ഡൽഹി കളിക്കാൻ പോകുന്നത്. ഒരു പോയിന്റ് കൂടെ അവിടെ ആഡ് ചെയ്യാനുണ്ട്. എനിക്ക് ഡൽഹിയുടെ ഇതുവരെ ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഡൽഹിയുടെ. പക്ഷെ എനിക്ക് ഇന്ന് ഈ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ടോസിന്റെ സമയത്ത് അക്സർ പട്ടേൽ ടീം ഇടുന്ന സമയത്ത് മുകേഷ് കുമാറിനെ കൂടെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ ഡൽഹി ടീമിലുള്ള പ്രതീക്ഷ ഒരു 50% പോയി. കാര്യം എന്താ വെച്ചാൽ ടീം ഇടുമ്പോൾ ഒരു ക്യാപ്റ്റൻ വന്നിട്ട് പറയാണ് മുകേഷ് കുമാർ കഴിഞ്ഞ 2-3 മാച്ചിൽ പെർഫോമൻസ് അത്ര അപ് ടു ദ മാർക്ക് അല്ലായിരുന്നു, അതുകൊണ്ട് മുകേഷ് കുമാറിനെ ഒഴിവാക്കിയിട്ടുണ്ട്, അതിന് പകരം 2 ഓവർസീസ് പ്ലേയേഴ്സ് വരുവാണെന്ന് പറയാം. ഇനി അഥവാ പെർഫോമൻസ് ഇച്ചിരി മോശമാണെങ്കിൽ പോലും ഒരു ടോസിൽ വന്നിട്ട് ഒരു പബ്ലിക്കായിട്ട് ഒരു ക്യാപ്റ്റൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതൊരു ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു. അപ്പോൾ ആ ഒരു ടീമിന്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് അതിൽ നിന്ന് തന്നെ അളക്കാം. എത്രത്തോളം ആ ടീമിനെ പ്ലേയേഴ്സിനെ ഒത്തു കൊണ്ടുപോകാനായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു ക്യാപ്റ്റൻ ആസ് എ ക്യാപ്റ്റൻ അക്സർ പട്ടേലിന് പറ്റുന്നുണ്ട്. നമുക്ക് ആ ഒരു ഒരൊറ്റ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അളക്കാൻ പറ്റും ആ ക്യാപ്റ്റനെ. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ എത്രത്തോളം ഈ ടീമിനെ ബാക്ക് ആൻഡ് പുറകിൽ നിന്നിട്ട് എത്രത്തോളം ആ ഒരു ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ചും ഈ രണ്ട് മാച്ച് അടുപ്പിച്ച് ഇങ്ങനെ ഒരു ദയനീയമായിട്ട് പരാജയപ്പെട്ടതിന് ശേഷം ഈ ക്യാപ്റ്റൻ എത്രത്തോളം ആ ടീമിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം വന്നത്. മെയിനായിട്ട് അതും കൂടെ കേട്ടപ്പോഴത്തെ എനിക്ക് അവസാനത്തെ ഒരു പ്രതീക്ഷ കൂടെ നഷ്ടപ്പെട്ടു. അക്സർ പട്ടേൽ ഒരു അസൻ ക്രിക്കറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയറാണ്. അസാൻ ഓൾറൗണ്ടർ, ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും. ക്രിക്കറ്റ് പുള്ളിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ടന്മാരാകും. പക്ഷേ ആസ് എ ക്യാപ്റ്റൻ പുള്ളി എത്രത്തോളം ആ ടീമിനെ ഒത്തിച്ച് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് ശരിക്കും അതിനുശേഷം നല്ല ഡൗട്ടുണ്ട്. അതെ, ഈ പറയുന്ന പോലെ വെറും പൂവർ ടീം സെലക്ഷൻ ആണ്. ഇന്ന് പൃഥ്വി ഷാ എന്ന് പറഞ്ഞ പ്ലെയർ ഇമ്പാക്ട് സാപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി ഇറങ്ങിയനേമായിരുന്നു. അഭിഷേക് പൂറിനെക്കാട്ടിൽ കൂടുതലും സ്വിംഗ് ഹാൻഡിൽ ചെയ്യാൻ ടെസ്റ്റ് കളിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഓക്കെ, പുള്ളിയുടെ ആ ബാറ്റിന്റെയും പാഡിന്റെയും ഇടയ്ക്കുള്ള ലെങ്ത് സ്റ്റാക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പുള്ളി ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് മാച്ചസ് കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ഹി നോ ഹൗ ടു മാനേജ് സ്വിംഗ്. പക്ഷെ അങ്ങനെ ഒരു കളിക്കാൻ ഇമ്പാക്ട് സാപ്പിൽ പോലും അവർ വെച്ചിട്ടില്ല. അത്രമാത്രം ഒരു പൂർ ടീം സെലക്ഷൻ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഡേ ടു ഫോർഗെറ്റ്. ഐ ബിലീവ് ദേ വിൽ കം ബാക്ക് സ്ട്രോങ്ലി. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എനിക്ക് ആ ഒരു പ്രതീക്ഷയില്ല. കംബാക്ക് അടിക്കുക, ചിലപ്പോൾ 1-2 മാച്ചസ് ഒക്കെ ജയിക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു സീസണിൽ ഒരു പ്ലേ ഓഫിലേക്ക് എത്തും അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഒന്നാമത്തെ കാര്യം, ഈ അഭിഷേക് പോറൽ ആദ്യം തൊട്ട് ഇവരുടെ ഡിസിഷൻസ് എല്ലാം അങ്ങനെയാണ്. അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒന്ന് ഒരു എങ്ങൊന്നും ഇല്ലാതെ ഒരു മാച്ചിൽ കൊണ്ടുവന്ന് കരുൺ നായറിനെ കൊണ്ടുവരുന്നു, തൊട്ടടുത്ത മാച്ചിൽ കരുൺ നായറിനെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു ടീം സെലക്ഷൻ. അതുപോലെ തന്നെ ഇന്നിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അഭിഷേക് പോറലിനെ, അവർക്ക് അത്ര ഒരു ലെഫ്റ്റ് ഹാൻഡറെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അവർ പ്രോമിസിംഗ് ആയിട്ട് അവർ കൊണ്ടു നടന്ന ഒരു പ്ലെയറാണ് അഭിഷേക് പോറൽ. അപ്പോൾ അഭിഷേക് പോറലിനെ കൊണ്ടങ്ങ് ഓപ്പൺ ചെയ്യിപ്പിച്ചാൽ പോരായിരുന്നു. എന്തിനാണ് ഈ ഒരു ബലിയാടാക്കിയ ഒരു പയ്യനെ കൊണ്ടുവന്ന് ഇറക്കിയത്? അങ്ങനെ മൊത്തത്തിൽ ഇവരുടെ ഡിസിഷൻസ് യാതൊരുവിധ ഒരു പ്രതീക്ഷ തരാത്ത രീതിയിലുള്ള ഡിസിഷൻസ് ആണ്. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ടീം സെലക്ഷൻ. അതുപോലെ തന്നെ മൊത്തത്തിൽ എനിക്ക് ആ ഒരു ഇംപ്രഷൻ മൊത്തത്തിൽ ഈ ഒരു മാച്ച് കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് പോയി. അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ബാറ്റ്സ്മാൻ, അത് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ടീം അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ ഒരു കോച്ചും അവരുടെ ടീം മാനേജ്മെന്റും എത്ര നല്ല ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്ലേയേഴ്സിന് റിഫ്ലക്ട് ചെയ്യും. എങ്ങനെ ഒരു സെറ്റ് ബാക്കിൽ നിന്ന് ഒരു ടീം കംബാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ടീമിന്റെ ഏറ്റവും വലിയ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ഇത്ര 264 അടിച്ച മാച്ചിൽ പവർ പ്ലേയിൽ 116 റൺസ് ഫസ്റ്റ് അവർ അടിച്ചു കൂട്ടുമ്പോൾ അതിൽ നിന്ന് കംബാക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആ ടീമിന് ചെയ്തിരുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു ക്യാരക്ടർ ആ ടീം കാണിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വകുപ്പുണ്ടായിരുന്നു. ഇന്നത്തെ മാച്ചിൽ ഫസ്റ്റ് ഒരു 3 വിക്കറ്റ് പോയി, പോട്ടെ 3-4 വിക്കറ്റ് പോയി, അവിടെ നിന്ന് ഒരു കംബാക്ക് നടത്താനായിട്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ആസ് എ ടീം ഈ ടീം കാണിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകയുണ്ട്. സോ ഈ 2 മാച്ചും കൺസിഡർ ചെയ്യുമ്പോഴും അക്സർ പട്ടേലിന്റെ ഇതെല്ലാം കൂടെ റീഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഈ സീസണിൽ ഡൽഹിയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ വളരെ കുറയാണ്. ചിലപ്പോൾ ചില മാച്ചസ് ജയിച്ചേക്കാം, സ്റ്റാർക്കൊക്കെ ഒരു മാച്ചസ് ജയിച്ചേക്കാം. പക്ഷേ ആസ് എ ടീം ഇവർ ഒരു ടോപ്പ് 2ലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ ഒരു കപ്പടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ, പ്ലേ ഓഫിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പ്ലേ ഓഫിലേക്ക് എത്തോ ഇല്ലയോ എന്നുള്ള ജഡ്ജ് ചെയ്യാനുള്ള ഇതായിട്ടില്ല. പക്ഷേ കപ്പടിക്കാനുള്ള ഒരു ക്യാരക്ടറും ഒരു ഇതും ഈ ടീമിനുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുമ്പും ഒരു പ്രിവ്യൂവിൽ അതേ കളിയുടെ മുമ്പ് തന്നെ പറഞ്ഞാണ് ഡൽഹിക്ക് ഓപ്പണിംഗ്, പവർ പ്ലേ, വിക്കറ്റ് ടേക്കിംഗ് ഒരു ഓപ്ഷൻ, ബോൾ ചെയ്യാൻ ആളില്ല, ഓപ്പണിംഗ് ഒരു റൺ ഒഴുക്ക് തടഞ്ഞു നിർത്താൻ ആളില്ല, മിച്ചൽ സ്റ്റാർക്ക് ഷുഡ് കം ബാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റിനെ കണ്ടെത്തണം എന്ന് നമ്മൾ പല ആവർത്തി പല പ്രിവ്യൂവിൽ ഡൽഹിയെക്കുറിച്ച് പറഞ്ഞതാണ്. അത് അതേപടി ഒരു കളി നടന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ കണ്ടീഷൻസ് കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം പെട്ടെന്നെടുത്ത് ഞാൻ ലൈനപ്പ് ഒന്നുകൂടെ നോക്കി, എങ്ങാണ് മിച്ചൽ സ്റ്റാർക്ക് ഇവിടെ കളിക്കുന്നുണ്ടോ എന്ന്. പുള്ളിക്ക് ഈ കണ്ടീഷൻ കിട്ടിയായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു നിർത്തും. എനിക്കറിയില്ല വാട്ട് വിൽ ബി ദ റിസൾട്ട്.
പക്ഷേ മിച്ചൽ സ്റ്റാർക്കിനെ കൂട്ടൊരു പ്ലെയറിന് ഇങ്ങനൊരു കണ്ടീഷൻസ് വെച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ഒന്ന് കാണാമായിരുന്നു 2 ഓവർ. അത് പറഞ്ഞപ്പോഴാ അടുത്ത മാച്ചിലേക്ക് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു മാച്ചപ്പ് വരുന്നുണ്ട്, മിച്ചൽ സ്റ്റാർക്ക് vs നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ആ മിച്ചൽ അതെ സ്റ്റാർക്കും അതെ അതെ നമ്മുടെ ചോട്ടാ സൂര്യവംശിയും ഭീമുമായിട്ട് കൂടെ ഉള്ളൊരു കളിയുണ്ട്. ഇത് വരുന്നുണ്ട്, കളിയുണ്ട്. അത് നമുക്കൊരു പ്രതീക്ഷ, മീൻസ് അത് ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഹേസൽവുഡിനെ മാനേജ് ചെയ്ത് ബുംറയ്ക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഏകദേശം എല്ലാ മഹാരഥന്മാരെയും എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് പയ്യൻ. അപ്പൊ ഇനി മിച്ചൽ സ്റ്റാർക്കും കൂടെ ഉള്ളൂ. മിച്ചൽ സ്റ്റാർക്കിനെ എന്ത് ചെയ്യുമെന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത ചരിത്രമാണ് മിച്ചൽ സ്റ്റാർക്ക് ഏതൊരു കമ്പനിയും. പക്ഷെ ഇത് നമുക്ക് കണ്ടു തന്നെ അറിയണം എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ മാച്ചിലേക്കും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നാളെ പഞ്ചാബ് വേഴ്സസ് RR. എന്താണ് പഞ്ചാബ് വേഴ്സസ് RR മാച്ച്? നമ്മുടെ ഉണ്ണിക്കുട്ടനുണ്ട്, ആർച്ചറിന്റെ ഇത് പെർഫോമൻസ്, ആർച്ചർ ബർഗറിന്റെ തീപ്പൊരികൾ എന്തൊക്കെയാണ്. രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. RCB വേഴ്സസ് നമ്മുടെ പഞ്ചാബ് പറയുന്ന പോലെ തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് മൂന്നും നല്ല ടീമാണല്ലോ പെർഫോമൻസ്. അതിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമും 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമും തമ്മിലൊരു കോമ്പറ്റീഷനാണ്. ആരാണ് 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതി നോക്കുന്നതാണ്. പക്ഷേ ഇതിനകത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ചണ്ഡീഗഡിലാണ് കളി. ഹൈ സ്കോറിംഗ് പിച്ചായിരിക്കും. അവിടെയാണ് ലാസ്റ്റ് കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിക്കുട്ടൻ സെഞ്ചുറി അടിച്ചത്. അപ്പോൾ തന്നെ അറിയാം അത് ഉണ്ണിക്കുട്ടൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗ്രൗണ്ട് തന്നെയാണ്. ഇപ്പം അതേ കളി തന്നെ, പക്ഷേ അത്രത്തോളം അടിച്ചിട്ടും അത് ജനറലി ഒരു ചേസിങ് പിച്ചാണ് അവിടെ. ഇപ്പോൾ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഒബിയസ്ലി ബോൾ ഫസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഓപ്പോസിഷനെ പ്ലേഡ് ഔട്ട് ആക്കി കളയുക എന്നുള്ള രീതിയിലായിരിക്കും നോക്കുക. ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ മാച്ചപ്സ് നോക്കാൻ വന്നത് ജോഫ്ര ആർച്ചറിൻ്റെ ഓവറിൽ തന്നെയാണ്. കഴിഞ്ഞ 3 തവണ ഫസ്റ്റ് ബോളിൽ വിക്കറ്റ് എടുത്തു. 4ാമത്തെ തവണ എടുക്കേണ്ടതായിരുന്നു, ജൂറിൽ ക്യാച്ച് വിട്ടില്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ഇനിഷ്യൽ സ്പെല്ല് ഭയങ്കര ഡിസൈസീവ് ആയിരിക്കും. ആർച്ചറിൻ്റെ മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺ എന്ന് പറയുന്ന പോലെ തന്നെ ഹിറ്റ് ദ ഡെക്ക് ആയിരിക്കും എറിയുക. പ്രിയൻചാരിയും അതേപോലെ തന്നെ പ്രിയൻചാരിയുടെ ബ്ലൈൻഡ് സ്പോട്ട്, അതായത് റിപ്സ്, തൈ ഏരിയ അല്ലെങ്കിൽ ഈ പെഡലി ഷോൾഡർ ഏരിയ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിരിക്കും നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 4th 5th സ്റ്റംപ് എന്നുള്ള രീതിയിൽ മൂവിങ് ഔട്ട് എന്നുള്ള രീതിയിലായിരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോവുക. അതേപോലെ തന്നെ നേരെ മറിച്ച് പ്രഭ്സിമ്രൻ സിംഗ് ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് പ്രഭ്സിമ്രൻ സിംഗിനെ ഒരു ഡ്രൈവിലേക്ക് നയിച്ച് വിക്കറ്റ് എടുക്കാനായിരിക്കും ആർച്ചർ നോക്കുക. അതേ സെയിം സെറ്റപ്പ് തന്നെ ആയിരിക്കും ബർഗറും നോക്കുക. പക്ഷേ രണ്ട് ടീമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഞ്ചാബ് എന്ന് പറയുന്നത് ഒരു കളി പോലും തോക്കാതെ മുന്നോട്ട് വരുന്ന ടീമാണ്. നേരെ മറിച്ച് രാജസ്ഥാൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇപ്പം 3 പേരാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. ഈ വൈഭവ് സൂര്യവംശി, ആർച്ചർ, അതേ കൂട്ട് തന്നെ അവരുടെ സ്പിന്നറായിട്ടുള്ള ബിഷ്ണോയി, അവരും 3 പേരുമാണ് ടോട്ടൽ ടീമിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതല്ലാതെ നമ്മൾ ഈ ചെന്നൈയിൽ പറഞ്ഞിട്ടൊരു മിഡിൽ ഓർഡറോ ഡെപ്തോ ഒന്നും അവരുടെ ഫോമിലല്ല. അവരുടെ ബോളിംഗ് മികവിലാണ് അവർ ഇത്രയും കളി ജയിച്ചു വന്നത്. എന്നിരുന്നാൽ തന്നെ ഈ അടുത്ത് അത് പാളിപ്പോകുന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ കണ്ടുവരുന്നത്. നമ്മുടെ ഹെഡ്മയറിനെ നമ്പർ 3 കളിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഹെഡ്മയർ സത്യം പറഞ്ഞ ഒരു റിസോഴ്സ് വേസ്റ്റ് ചെയ്യല്ലേ? ഒരു നമ്പർ 3 അല്ല, നമ്പർ 3 ആവണമെന്നില്ല, നമ്പർ 4 എങ്കിലും. റയാൻ പരാഗിന് മുമ്പ് ഹെഡ്മയർ കളിക്കേണ്ടതല്ലേ? അതാണ് അവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം. നമ്പർ 3 വരെ ഓക്കെ, ധ്രുവജുറയിൽ ചില മാച്ചസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്പർ 4 ഹെഡ്മയർ, നമ്പർ 5 പരാഗ്, ആൻഡ് ഫെറേറ ആൻഡ് ജഡേജ കുറച്ച് മാച്ചസിൽ കളിച്ചിട്ടുണ്ട്. ഫെറേറ കഴിഞ്ഞ മാച്ചിലും ഷോട്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടച്ചിലുള്ള പോലെയാണുള്ളത്. സോ അവരെ സംബന്ധിച്ച് ആ ഒരു മിഡിൽ ആ ഒരു പാർട്ട്, ഹെഡ്മയർ ആൻഡ് പരാഗാണ് അവർ എറിയിക്കുന്ന ഒരു പാർട്ട്. ബാക്കിയൊക്കെ ഏകദേശം ഓക്കെയാണ്. ജഡേജയും ഒരു മാച്ചിൽ റൺ അടിച്ചിട്ടുണ്ട്. പിന്നെ ജഡേജയും നമ്മളൊരു എക്സ്പ്ലോസീവ് ഫിനിഷ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഒരു റിക്കവറി ഫേസിലൊക്കെ വന്നിട്ട് റൺ അടിക്കും എന്നുള്ള ഒരു ബാറ്റ്സ്മാൻ അല്ലാതെ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് ഹെഡ്മയർ ആൻഡ് പരാഗാണ് അവരെ സംബന്ധിച്ച് ബാറ്റിങ്ങിലുള്ള ഇഷ്യൂ. ബോളിങ്ങിൽ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഉള്ളത് നമ്മൾ സന്ദീപ് ശർമ്മയെ കളിപ്പിക്കുന്നില്ല, ബ്രിജേഷാണ് ചിലപ്പോൾ കളിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ദേശ്പാണ്ഡെയാണ് കളിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്യൂസേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കട്ടക്ക്. പക്ഷെ പഞ്ചാബിൽ അങ്ങനെ ഒരു ഇത് പറയാനായിട്ടില്ല. ചാഹലിന്റെ ഫോമോ അങ്ങനെ എന്തെങ്കിലും പറയാം, ഒരു നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ചാഹലിന്റെ ഫോം അങ്ങനെ എന്തെങ്കിലും. ഒന്നാമത്തെ കാര്യം നെഗറ്റീവായിട്ടൊന്നല്ല, അവർക്കും വറി ജയിക്കുന്ന പഞ്ചാബിനും വറി ജയിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പഞ്ചാബ് ജയിച്ചിട്ടുള്ള കളികളെല്ലാം ബാറ്റിങ്ങിൽ ഔട്ട് പെർഫോം ചെയ്തവർ ജയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ കളി ജയിച്ചു ഡൽഹിക്ക് വരെ, അവരുടെ ബോളിങ്ങിനാണ് 263 അടിച്ചത് റെക്കോർഡ് ടോട്ടൽ. അത് ബാറ്റിങ്ങിൽ ഔട്ട് പെർഫോം ചെയ്തത് കൊണ്ടാണ് പഞ്ചാബ് ഇത്രയും കളി ജയിച്ചു വരിക്കുന്നത്. പഞ്ചാബ് ഇപ്പോൾ ജയിക്കുന്നതുകൊണ്ടാണ് അവരുടെ പ്രോബ്ലംസ് ആരും അത്ര രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നത്. ഈ പറഞ്ഞ ഹർഷദീപ് സിംഗ് ആണെങ്കിൽ പോലും വളരെ എക്സ്പെൻസീവ് ആയിരുന്നു കുറേയേറെ കളികളിൽ. അതേപോലെ തന്നെ മോസ്റ്റ്ലി അവർ ജയിച്ചിട്ടുള്ളതെല്ലാം ഈ പറയുന്നോട്ട് ഈ 7 കളിയിൽ ഒരു കളി നടന്നില്ല. ബാക്കിയുള്ള കളികൾ മൊത്തം അവർ ജയിച്ചിരിക്കുന്നത്, ഒരു കളി ഒഴികെ ബാക്കി എല്ലാ കളിയും ജയിച്ചിരിക്കുന്ന ചേസ് ചെയ്താണ്.
അതായത് അവരുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് കൊണ്ടാണ് അവർ ഇത്രയും കളി ജയിച്ചു വന്നത്. ഒരു കളിയുള്ള അവർ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചത്, അതും ഡിഫെൻഡ് ചെയ്ത ടീം LSE ആണ്. അതുകൊണ്ട് അത് എന്തെടുത്താലും അവിടെ ജയിച്ചേനെ എന്നുള്ള കണ്ടീഷനും ആയതുകൊണ്ടാണ് അവരവിടെ ജയിച്ചതും. എന്നിട്ടും ആ കളി നല്ല രീതിയിൽ ബാറ്റ്സ്മാൻമാർ പെർഫോം ചെയ്തു. അതും ആ ഡിഫെൻഡ് ചെയ്ത് എത്ര 254 എന്നിട്ടും അവർ 200 തിരിച്ചടിച്ചു. അവരുടെ ബോളിംഗ് വളരെ കൺസേണിങ് ആണ് ഇപ്പോഴും. ഇപ്പം ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇന്ന ആളുണ്ടെന്ന് പറയാമെന്നല്ലാതെ അവരാരും ഇതൊരു അപ് ടു ദ മാർക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല. അവരുടെ ബാറ്റ്സ്മാൻമാർ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് അവർ ഇത്രയും നാളും എക്സ്പ്ലോർ ചെയ്യാത്തത്. അല്ലെ, തോക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മൾ ഇത്ര അറിയാതെ പോകുന്നത്. പക്ഷേ അവരുടെ ബാറ്റിംഗ് ഔട്ട് പെർഫോമൻസ് കൊണ്ടിട്ടാണ് ഈ കഴിഞ്ഞ 7 കളി അല്ല പോട്ടെ 6 കളിയിൽ 5 എന്നല്ല 6 ജയിച്ചതുകൊണ്ടാണ്. LSEക്ക് എതിരാണെങ്കിൽ 254 അടിച്ചു, അതുകൊണ്ടാണ് ഡിഫെൻഡ് ചെയ്തത്. എന്നിട്ട് ഒരു 200 തിരിച്ചടിച്ചു. അവർക്ക് ബോളിംഗ് ഇപ്പോൾ ഒരു കൺസേൺ ആണ്. നേരെ മറിച്ച് ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാന്റെ ബോളിംഗ് കമ്പാരിറ്റീവ്ലി ഫാർ മോർ ബെറ്റർ ആണ്. പക്ഷേ ഇതിനകത്തിൽ വറി ചെയ്യിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ ക്യാപ്റ്റൻസിയാണ്. ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ എന്തൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള ആളാണോ, അതിൻ്റെ നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റിൽ എക്സ്ട്രീം ബ്ലണ്ടർ കാണിക്കുന്ന ഒരാളാണ് റയാൻ പരാഗ് എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ. ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ഒരു പ്രഷർ സിറ്റുവേഷൻസിൽ ശ്രേയസ് അയ്യർ എടുക്കുന്ന തീരുമാനവും പരാഗ് എടുക്കുന്ന തീരുമാനവും തമ്മിൽ ആനയും മുയലും തമ്മിലാണ് വേരിയേഷൻസ്. അതാണ് ഈ കളിയിലെ ഡിഫറൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ പറയുന്ന കൂട്ട് മിഡിൽ ഓർഡറിന്റെ ഇൻകൺസിസ്റ്റൻസി, ഹെഡ്മേറിനെ മുകളിൽ കളിപ്പിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡോണാൾഡ് ഫെറേറയും ജഡേജയും ഈ പറയുന്ന കൂട്ട് ഒരു എക്സ്പേർട്ട് ഫിനിഷറായിട്ട് ഇതുവരെ കൗണ്ട് ചെയ്തിട്ടില്ല. കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ബ്രോയ് പറഞ്ഞിട്ട് ജഡേജ ഒന്നും അങ്ങനെ എക്സെപ്ഷണൽ ഫിനിഷർ ആയിരുന്നു ഒരു സമയത്ത് പ്രൈമിൽ, ഇപ്പോൾ അതല്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഹെഡ്മേറിനെ ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹെഡ്മേറിനെ അപ്പത്തെ ടോപ്പ് കളിപ്പിക്കാത്തത്. പിന്നെ ധ്രുവ് ജുറൽ ഔട്ടാവുന്നുണ്ടെങ്കിലും ഈ റീസെന്റ് ഔട്ടായത് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് നോക്കുന്നുകൊണ്ടാണ്, അല്ലാതെ എന്തെങ്കിലും ട്രൈ ഡിഫറെന്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്യുന്നതുകൊണ്ടാണ് പുള്ളി ഔട്ടാക്കുന്നത്. അല്ലാതെ ഒരു കണ്ടിന്യൂസ് വീക്ക്നെസ് പുള്ളി കാണിക്കുന്നില്ല ഔട്ടാക്കുന്നതിൽ. പക്ഷേ അവരുടെ ക്യാപ്റ്റൻ പരാഗ് അങ്ങനെയല്ല. പരാഗ് ഈ തവണ അന്ന് നമ്മളെല്ലാം നമ്പർ വായിച്ചിട്ട് ഒരു ഫോൺ നമ്പർ കൂട്ടാണ് പുള്ളിയുടെ സ്കോർ ഈ തവണ പോയിരിക്കുന്നത്. ഇഫ് ഐ ആം എ ക്യാപ്റ്റൻ, ഞാനൊരു ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നിട്ട് പറയാണ്, ഇതല്ല നമ്മുടെ ഇന്ത്യൻ, വി നീഡ് ടു ഔട്ട് പെർഫോം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു സെറ്റ് ദ ടോൺ, അല്ലേ? അല്ലെങ്കിൽ ആ റൂമിലിരിക്കുന്ന എല്ലാവരും എന്താ വിചാരിക്കുന്നത്, ആദ്യമേ നീ ചെയ് എന്നുള്ള രീതിയിലേ പറയത്തുള്ളൂ. ആ ഒരു ബിഗസ്റ്റ് ഫെയിലുവർ രാജസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴും ഉണ്ട്. ഇത് രാജസ്ഥാൻ ജയിക്കുന്ന കളി വൈഭവ് സൂര്യവംശി അടിച്ചു കഴിഞ്ഞാൽ, ഒരു സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ബോളേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നടക്കുന്നുള്ളൂ. ഈ ആർച്ചറിനെ ആണെങ്കിൽ പോലും സ്ട്രൈക്ക് അഫ്രണ്ട് ചെയ്യുന്നതിൽ കണ്ടിന്യൂസ്ലി ഒക്കെ ആർച്ചറിനെ എറിഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ഒരാളെ മാത്രം വെക്കുക. അതല്ലാതെ ഈ 2 ഓവർ കൊടുത്തിട്ട് ആർച്ചറിനെ മാറ്റുന്നുണ്ടെന്നൊരു അർത്ഥവുമില്ല. അവരങ്ങനെ ജയിക്കാനും പോകുന്നില്ല. മനസ്സിലായി? ആരെങ്കിലുമൊക്കെ ഒരു കൺസിസ്റ്റൻസി ട്രസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലാനിൽ ഒരു വേരിയേഷൻസ് ഉണ്ടാക്കുക. ഇന്ന് തന്നെ കണ്ടില്ലേ, ഭുവനേശ്വർ കുമാറിനെയും കേസർവുഡിനെയും കൊണ്ട് അവർ 6 ഓവർ എറിച്ചത് തീർത്തത്. കാരണം അങ്ങനെ ഒരു സ്വിങ് അല്ലെങ്കിൽ ബോളറിന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. പരാഗ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ അത് ചെയ്യുന്നില്ല. ഈ ആർച്ചറിനെ ഈ പറഞ്ഞിട്ട് അവസാനം ആർച്ചർ എറിഞ്ഞ കളികൾ നോക്കണം, തീയായിരുന്നു തുടക്കത്തിൽ എല്ലാ കളികളും. പക്ഷെ പുള്ളിക്കൊരു 3-ാം ഓവർ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു വിക്കറ്റ് എടുത്തിരിക്കാം, അല്ലെ പവർ പ്ലേയിൽ അത്ര റൺസ് സ്കോർ ചെയ്യത്തില്ലായിരിക്കും. ഈ പുള്ളിക്കാരൻ അവസാനം 2 ഓവറിൽ 20 ഉള്ളപ്പോൾ കൊണ്ടൊന്ന് ബോളിംഗ് കൊടുത്തിട്ട് എന്തെടുക്കാനാ? അപ്പോൾ ആർച്ചറല്ല, ബൂമറ ആണെങ്കിൽ പോലും 10 റൺ സുഖമായിട്ട് അടിക്കും. മനസ്സിലായി? ആ റിസോഴ്സസിനെ വളരെ മോശമായിട്ടാണ് രാജസ്ഥാൻ ഇതിനകത്തിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രമാണ് രാജസ്ഥാൻ ഇത്ര മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞൊരു വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും വലിയൊരു ഫാക്ടർ ആയിരിക്കും നാളത്തെ കളി. യശസ്വി ജയ്സ്വാൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അപ് ടു ഹിറ്റ് സ്റ്റാൻഡേർഡ് ഇതുവരെ വന്നിട്ടില്ല, അറിവായിട്ടില്ല. പുള്ളി പെർഫോം ചെയ്യണം. അതേകൂട്ട് യശസ്വി ജയ്സ്വാളിന് നല്ലൊരു ദിവസമായിരിക്കണം. മിഡിൽ ഓർഡർ പെർഫോം ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്തിൽ പുറത്തിരിക്കാൻ ഏറ്റവും യോഗ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാഗ് തന്നെ. പരാഗ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ടീമിൽ ഇപ്പോഴും ഇടം കിട്ടുന്നത്. അല്ലെങ്കിൽ പരാഗ് ഈ ടീമിൽ കളിക്കത്തില്ല. അതാണ് 2 ടീമിലും ഡിഫറൻസ്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഈ 2 ടീം കളിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ആഗ്രഹം, പഞ്ചാബ് ഇപ്രാവശ്യം കപ്പടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പഞ്ചാബിനൊരു തിരിച്ചടി നമുക്ക് കിട്ടണ്ടേ. അല്ലെങ്കിൽ ഒരുപാട് എല്ലാ കളിയും അങ്ങ് ജയിച്ചങ്ങ് പോകത്തില്ല അവർ. അപ്പോൾ നാളത്തെ കളി രാജസ്ഥാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതായിരിക്കും, ഒരു വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയാം. നാളത്തെ മാച്ച് RR ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ പഞ്ചാബിൻ്റെ ബോളിങ്ങിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ മാച്ചിൻ്റെ കൂട്ടണ്ട, ആ ഒരു റോഡ് പിച്ചിൽ ഇപ്പം കൊടുത്തില്ലേ 264 അടിച്ചിട്ട് തിരിച്ച് അതിൻ്റെ അപ്പുറം അടിച്ചല്ലോ. അപ്പോൾ 264 കൊടുത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഫസ്റ്റ് പവർ പ്ലേയിൽ അടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അവരടിച്ച അടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും വൈശാഖ് വിജയകുമാർ കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഇതിൽ എക്സ്പെൻസീവ് ആവുന്നു, ഇതൊക്കെ ഉണ്ട്. അതുപോലെ ബ്രാത്ത്ലെറ്റ് അടി വാങ്ങിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. ഒക്കെ വെറിയുന്ന ഫാക്ടേഴ്സാണ്. നമുക്ക് നോക്കാം. എന്തായാലും പറഞ്ഞോളൂ. ഇപ്പം ഈ ഡൽഹിക്കെതിരെ തിരിച്ചടിച്ചതാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ഡിഫെൻഡ് ചെയ്തതാണ് ഡൽഹിയെ. കാരണം അവരുടെ കൺമുന്നിൽ അവരുടെ വൺ ഓഫ് ദ സ്ട്രൈക്ക് ബോളർ
മറിഞ്ഞ് വീഴുന്നു, ആംബുലൻസ് വരുന്നു, കൊണ്ടുപോകുന്നു. നമ്മൾ ഇതിന് മുമ്പ് ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ ആംബുലൻസ് വന്ന് കൊണ്ടുപോകുന്നത് ഞാൻ ഫിലിപ്പ് ഹ്യൂസിനെയാണ് കണ്ടിട്ടുള്ളത്. പുള്ളി മരിച്ചുപോയി. അല്ലാതെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഇതിന് മുമ്പ് ഈ അടുത്തിടയ്ക്കെങ്കിലും എനിക്ക് ഗ്രൗണ്ടിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ പ്രാക്ടീസ് സെഷനിൽ എന്തോ ഒരു ബോളർ ഇങ്ങനെ അടിവെട്ടി കൊണ്ടുപോയെന്നല്ലാതെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ട് ഒരാളെ ഇങ്ങനെ കൊണ്ടുപോയത് ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. ആ സമയത്ത് പിന്നെ ലൈനോ ലെങ്തോ മനസ്സ് കൈ നിൽക്കാത്തൊരു ടൈമാണ്. അന്ന് മില്ലറൊക്കെ തന്നെ ഒരുപാട് മീറ്റിങ്ങിൽ എടുത്ത് എല്ലാവരും ചീറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കണ്ടിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവറായി വരിക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതാണ് ഇവിടെ സംഭവിച്ചതും. അവരുടെ സ്ട്രൈക്ക് ബോളർ, അതായത് അന്ന് നമ്മളവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഷോർട്ട് ബോളിൽ സ്ലോ ഡെലിവറീസ് ആയിരുന്നു. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയ കണ്ടീഷൻസ് ആയിരുന്നു നമ്മുടെ ആ ബോളർക്ക് ഉണ്ടായിരുന്നത്. പുള്ളിയാണ് പരിക്ക് പറ്റി കയറിപ്പോയതും. അതുകൊണ്ടൊക്കെയാണ് ലൈക്ക് അപ്പോൾ ഇച്ചിരി ഡിഫെൻഡിങ് ഫാക്ടേഴ്സ് ഉണ്ട് അവിടെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി. ആ ഒരു എക്സെപ്ഷനിൽ ഇവിടെ രാജസ്ഥാൻ്റെ ബോളിംഗിൽ നിന്ന് കിട്ടത്തില്ല മര്യാദയ്ക്ക് റിസോഴ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നേരെ മറിച്ച് അപ്പുറത്തെ സൈഡിൽ പഞ്ചാബിൻ്റെ ബോൾസിന് നല്ല ശരിക്കും അടി കിട്ടുന്നുണ്ട്, അല്ല സ്കോർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ പിച്ചിന്റെ അന്നത്തെ ദിവസത്തെ പിച്ചിന്റെ എനിക്ക് ആ ഒരു നിതീഷ് റാണയൊക്കെ കളിച്ച ഒരു റിവേഴ്സ് കൂപ്പ്, അതുപോലെ തന്നെ ഈ പ്രഭ്സിമ്രാൻ സിംഗ് ഒക്കെ ഇറങ്ങുന്ന കാണുമ്പോൾ പറയും ഒരു ആസ് എ ബാറ്റ്സ്മാൻ നമ്മൾ ഒന്ന് രണ്ട് ബോൾ കളിക്കുമ്പോൾ നമുക്ക് ഒരു ധൈര്യം വരും ചില പിച്ചുകളിൽ. ആ ധൈര്യം ആ പിച്ചിലുണ്ടായിരുന്നു. കാരണം ഒരു രീതിയിലുള്ളൊരു മൂവ്മെന്റോ ഒരു സപ്പോർട്ടോ പിച്ചിൽ നിന്ന് ബോളേഴ്സിന് കിട്ടത്തില്ല എന്നുള്ള കോൺഫിഡൻസ് ഈ ഒരു പ്രഭ്സിമ്രാൻ കളിച്ചപ്പോഴായാലും നിതീഷ് റാണ കളിച്ചപ്പോഴായാലും നമുക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പറഞ്ഞത്. പക്ഷേ ബ്രോ പറഞ്ഞ പോലെ തന്നെ പഞ്ചാബിന് ബോളേഴ്സിന് തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ അവരെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നാളെ ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്യപ്പെടുമായിരിക്കാം, നമുക്ക് നോക്കാം എന്തായാലും. ഈ രാജസ്ഥാൻ 6 റൺ ഒരു കിടിലൻ ബോളറുണ്ട്, യശ്രാജ് പൂഞ്ച. ഞാനൊന്ന് പറഞ്ഞോട്ട് 6'7" പുള്ളിയുടെ ഹൈറ്റ്. അങ്ങനെ ഒരു ലെഗ് സ്പിന്നർ, അതും ഫസ്റ്റ് കളി തന്നെ ഔട്ട് പെർഫോം ചെയ്തൊരു ലെഗ് സ്പിന്നർ പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇമ്പാക്റ്റ് സബിൽ പോലും പുള്ളിയെ കണ്ടിട്ടില്ല. അപ്പം അതൊന്നും എനിക്ക് ഒട്ടും അണ്ടർസ്റ്റാൻഡബിൾ അല്ല. എന്താണ് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത്? അതും സംഘക്കാരെ ഓക്കെ മെൻറ്റുണ്ട്, സംഘക്കാരെ പുള്ളിയെങ്കിലും ഇതിൽ പുള്ളിയാണ് തന്നെ ഇതിനകത്തെ വില്ലൻ. കാരണം ഈ ഒരു കാര്യത്തിൽ അത് എനിക്ക് രാജസ്ഥാന് പണ്ട് തൊട്ട് സഞ്ജു ക്യാപ്റ്റനായിട്ടിരുന്നപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ആവശ്യമില്ലാത്ത ചേഞ്ചസ് വരുത്തുന്ന ഒരു പ്ലെയറിനെ കളിപ്പിക്കുക. ഇപ്പം നമുക്ക് ആ പേസ് ബോളേഴ്സിൻ്റെ സെക്കൻഡ് പേസ് ബോളറായിട്ട് നമുക്ക് നോക്കാം, തേർഡ് പേസ് ബോളറായിട്ട് ബ്രിജേഷിന് ഒരു കളി കളിപ്പിക്കുന്നു, ദേശ്പാണ്ഡെ ഒരു കളി കളിപ്പിക്കുന്നു, ഇല്ല സന്ദീപ് ശർമ്മ ആദ്യം കളിപ്പിക്കുന്നു. സോ ഇങ്ങനെ മാറ്റി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘകാരുടെ ഒരു പരിപാടിയാണ്. സഞ്ജു ക്യാപ്റ്റനായിരുന്നപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇതായിട്ട് ഒരു അതേസമയം അതാണ് RCB ഒക്കെ ടീമുകൾ വ്യത്യസ്തമാണ്. അവരൊരു സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ടീം അവർ അങ്ങനെ കൊണ്ടുപോവാണ്. അവർ കോമ്പിനേഷനിൽ അവർ ടച്ച് ചെയ്യുന്നില്ല. ഇവരൊക്കെ ഫസ്റ്റ് ബാറ്റ്മാനെ പോലും പുറത്തിരുത്തി ആദ്യത്തെ 2-3 കളി കഴിച്ചു കഴിഞ്ഞപ്പോൾ. അതാണ് ഇവരുടെ ഒരു മാച്ചിൽ ബാറ്റ്മാനെ കളിപ്പിച്ചില്ല. അങ്ങനത്തെ ചേഞ്ചസ് ചെയ്യുന്ന ടീമുകളാണിത്. അപ്പോൾ എന്തായാലും നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ മാച്ച് കഴിഞ്ഞിട്ട് എന്തായാലും റിവ്യൂ ചെയ്യാം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബ്രോ.